وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هل يستوي الذين يعلمون والذين لا يعلمون صدق الله مولانا العظيم. وقال النبي صلى الله عليه وسلم فضل العالم على العابد كفضلي على أدناكم صدق رسول الله. ഏറ്റവും ബഹുമാനമുള്ള ആലിമ്യങ്ങളെ, പ്രിയപ്പെട്ട മുതആലിമ്യങ്ങളെ, ഉമറാക്കൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം ഒരു സാലിഹായ അമലായി നമ്മെ ഖബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട വാവൂർ സുലൈമാൻ മുസ്ലിയാരുടെ ദർസിന്റെ 25ാമത് വാർഷികം അതാണ് ഇവിടെ നടക്കുന്നത്. ഈ പരിപാടിയിൽ നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് വന്നിരായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിനെയാണ്. 9 മണി ആകുമ്പോഴേക്ക് ഉസ്താദ് ഇവിടെ എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുവരെ നിങ്ങൾക്ക് സുദീർഘമായി തന്നെ പ്രസംഗിക്കാൻ ബഹുമാനപ്പെട്ട മർക്കസ് സഖാഫത്ത് സുന്നയുടെ ജനറൽ മാനേജർ കൂടിയായ പ്രിയങ്കരനായ സി മുഹമ്മദ് ഫൈലി അദ്ദേഹം ഇവിടെ ഉണ്ട്. ഈ രാജ്യം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം നാടുപോലെയാണ്. അദ്ദേഹത്തിന്റെ മാതാവിന്റെ രാജ്യമാണ്. അതിലുപരി പിതാവിന്റെ ഉസ്താദും കൂടിയായിരുന്ന മഹാനായ മലയിൽ വീരാൻകുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി ആമീൻ. മഹാനവറുകളെ പരിചയമില്ലാത്ത ആളുകൾ ഉണ്ടാവുകയില്ല. അതേപോലെ തന്നെ അവിടുത്തെ അനുജ സഹോദരനും വലിയ സൂഫിവര്യൻ ആയിരുന്ന മഹാനായ റഈസുൽ ഉലമ, നമ്മുടെ സമസ്തകയിലെ ജമിയത്തുൽ ഉലമ പ്രസിഡന്റ്, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, ഈ പരിപാടിയിൽ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവരെപ്പോഴും അവിടുത്തെ വഴികാട്ടിയും ഉസ്താദുമായി പറയുന്ന ആളാണ് വീരാൻകുട്ടി മുസ്ലിയാരുടെ അനുജ സഹോദരൻ. അല്ലാഹു അവരുടെയും ദറജകളെ ഏറ്റിക്കൊടുക്കട്ടെ. എപ്പോഴും ഉസ്താദ് അനുസ്മരിക്കാറുള്ള ഒരു മഹൽ വ്യക്തിത്വമാണ്. അവരൊക്കെ ഇൽമിനെ ഇവിടെ നിലനിർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചവരാണ്. ഞങ്ങളുടെ നാടിനടുത്ത ചാപ്പനങ്ങാടി, കൂരിയാട്, തേനുമുസ്ലിയാർ, ആ മഹാനവറുകളും മഹാനായ ഉണ്ണിയൻകുട്ടി മുസ്ലിയാർ ഉപ്പാപ്പാനെ പോലെ തന്നെ ഉള്ളൊരു വ്യക്തിത്വമായിരുന്നു. ദർസില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ദർസ് തുടങ്ങലാണ് അവരുടെ പ്രധാനമായ പരിപാടി തന്നെ. ഒരു നാട്ടിൽ ചെന്ന് അവിടെ ദർസൊന്നുമില്ലെങ്കിൽ അവിടുത്തെ കാരണവന്മാരൊക്കെ കൂട്ടി അവരെ ദർസിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി, ഞാനിവിടെ ഒരു ദർസ് തുടങ്ങുകയാണെന്ന് പറയുമ്പോൾ ആരും അത് തട്ടൂല. അപ്പൊ ഒരു 10 കുട്ടികളുമായി അവിടെ ചെന്ന് ദർസ് തുടങ്ങി. ആ ദർസ് ഇങ്ങനെ ഒരു റൂട്ടിൽ വരാൻ തുടങ്ങുമ്പോ, ഒരു ലൈനിൽ കയറാൻ തുടങ്ങുമ്പോ നല്ലൊരു ഉസ്താദിനെ അവിടെ കൊണ്ടുവന്നാക്കി. അങ്ങനെ ആ ദർസ് പിന്നെ അവിടെ സ്ഥലം പിടിച്ചു. എത്ര സ്ഥലം അങ്ങനത്തെ ദർസുകളുണ്ട്. പിന്നെ വേറൊരു സ്ഥലത്ത് പോകും. എന്തായിരുന്നു ഇവർക്ക് ഇതിന്റെ കാര്യം? ദുന്യവിയായ ഒരു കാര്യമല്ല. പരിശുദ്ധ ദീനിന്റെ ജീവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച ആ ഇൽമാണ് ദർസിലൂടെ കൈമാറുന്നത്. ലോകത്ത് ഒരുപാട് ഇൽമുകൾ, അറിവുകളുണ്ട്. അറിവ് എന്നതിനെ കുറിച്ചൊക്കെ പറയാം. ആ അർത്ഥത്തിൽ ഭാഷാപരമായി ഇൽമ് എന്നും പറയാം.
പക്ഷേ റസൂലുള്ളാഹി വിശേഷിപ്പിച്ച ഒരു അൽ ഇൽമുണ്ട്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം എന്ന് അലിഫ്ലാം കൊടുത്ത് വിശേഷിപ്പിച്ച ആ ഇൽമ, അത് എല്ലാ അറിവിനും അങ്ങനെ ഇൽമെന്ന് പറഞ്ഞുകൂടാ. അതൊരു പ്രത്യേക വസ്തുവാണ്. അതാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വലൈസൽ ആലിമു മൻ ജമഅൽ ഉലൂം. അൽ ഇൽമു എന്ന് പറഞ്ഞ ആ ഇൽമു സമ്പാദിച്ച ആൾക്കാണ് നമ്മൾ പറയുന്ന അൽ ആലിം. ആ പറഞ്ഞ ആള് കുറെ ഇൽമ് സംഭരിച്ചു വെച്ച ആള്, ഒരുമിച്ച് കൂട്ടിയ ആള് എന്നല്ല, കുറെ വിജ്ഞാനങ്ങൾ ശേഖരിച്ച ആള് എന്നർത്ഥമല്ല അതിന്. അങ്ങനെയാവുന്ന പക്ഷം ലോകത്ത് എത്ര വലിയ വലിയ ഗ്രന്ഥങ്ങളുണ്ട്, എത്ര വിജ്ഞാനങ്ങളാണ് ആ ഗ്രന്ഥങ്ങളിൽ കിടക്കുന്നത്. ആ വിജ്ഞാനങ്ങളെ വഹിച്ചുകൊണ്ടാണ് ആ ഗ്രന്ഥം നിൽക്കുന്നത്. മഹാനായ മഹ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ ഫത്ഹുൽ മുഈൻ ശാഫിഈ മദ്ഹബിലെ അതിപ്രധാനമായ ഗ്രന്ഥമാണ്. ശാഫിഈ മദ്ഹബിലെ മുഅ്തമദായ മസ്അലകൾ, പ്രബലമായ മസ്അലകൾ തന്നെ പറയുന്ന, മറ്റ് അഭിപ്രായ ഭിന്നതയും അഭിപ്രായ വ്യത്യാസം ഒന്നും പറയില്ല. അങ്ങനത്തെ മഹത്തായ ഗ്രന്ഥം വലിയ വലിയ കോളേജുകളിലൊക്കെ ബിരുദാനന്തര ബിരുദ കോഴ്സിലാണ് ഫത്ഹുൽ മുഈൻ ഉള്ളത്. ബിരുദമെടുത്ത് വന്നവർക്ക് ശാഫിഈ മദ്ഹബിന്റെ വളരെ പ്രബലമായ അഭിപ്രായങ്ങൾ ശേഖരിച്ച ഒരു ഗ്രന്ഥം എന്ന നിലക്ക് ആ ഗ്രന്ഥമാണ് അവലംബിക്കുന്നത്. ഒരുപാട് കോളേജുകളിൽ അങ്ങനെയാണ്. എന്നാ ആ കിതാബിനെ കുറിച്ച് അൽ ആലിം എന്ന് പറയാൻ പറ്റില്ല. ആ കിതാബ് എഴുതിയ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആലിം, അൽ ആലിം എന്ന് പറയാം. ഇനി അവിടുത്തെ ഗുരുവര്യനായ മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു, അവര് അൽ ആലിം എന്ന് പറയാം. അവരെഴുതിയ തുഹ്ഫത്തുൽ മുഹ്താജ് അവിടുത്തെ കിതാബുകളിൽപ്പെട്ട അതിപ്രധാനമായ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിന് അൽ ആലിം എന്ന് പറയാൻ പറ്റില്ല. കുറെ വിജ്ഞാനം അവിടെ ജമ ചെയ്തിട്ടുണ്ട്, ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്, ശേഖരിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഒരുമിച്ച് കൂട്ടിയ വലിയ ലൈബ്രറി ഉണ്ടാവും. ആ ലൈബ്രറിയെ കുറിച്ചും ആലിം എന്ന് പറയില്ല. അതാണ് ഗസാലി ഇമാം പറഞ്ഞ്, വലൈസൽ ആലിമു മൻ ജമഅൽ ഉലൂം. കുറെ ഇൽമുകൾ ഒരുമിച്ച് കൂട്ടിയ ശേഖരിച്ച ഒരാളെ പറ്റി അൽ ആലിം എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ആരാണ് ആലിം? ആ ആലിം എന്ന് പറഞ്ഞാൽ ആലിമിനും കുറെ വിശേഷം. അതാണ് ഇന്ന് നാം നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, നാം കാണുന്നത് അതാണ് ബലിൽ ആലിമു മനിത്തസഫ ബിൽ ഇൽമി. ഇൽമിന്റെ ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം കൊണ്ട് സ്വഭാവം അണിഞ്ഞ ആളാണ്, ആ സ്വഭാവം ഉള്ള ആളാണ് ആലിം എന്ന് പറയുന്നത്. അങ്ങനത്തെ ആലിമാണ്, ആലിമിനെ കൊണ്ടാണ് ദീൻ ഇവിടെ നിലനിൽക്കുന്നത്, പരിശുദ്ധ ദീൻ. അതാണ് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. അപ്പറഞ്ഞ അൽ ആലിം ഒരുമിച്ച് കൂട്ടിയ ആ ഇൽമാണ് ദീനിന്റെ ജീവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ഇൽമ. അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മുതസൽസിലായി അവിടുന്ന് ഇങ്ങനെ പകർന്ന് പോന്നിട്ടുള്ള അറിവാണ്. അത് ആരെങ്കിലും കണ്ടുപിടിച്ച അറിവുകൾ അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇൽമുമായിട്ട് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചെങ്കിൽ ആ ഇൽമ മഹത്തുക്കളായ സ്വഹാബത്ത് അവിടുന്ന് സ്വീകരിച്ചു. ആ സ്വഹാബത്തിൽ നിന്ന് ശേഷക്കാരായ താബിഈങ്ങൾ സ്വീകരിച്ചു. അവരിൽ നിന്ന് അതിന്റെ അടുത്ത കാലക്കാരായ തബഉ താബിഈകൾ സ്വീകരിച്ചു. ആ കാലഘട്ടമായപ്പോഴേക്ക് നമ്മുടെയൊക്കെ മദ്ഹബിന്റെ ഇമാമുകൾ അവരെല്ലാം ചെന്ന് മുട്ടുന്നത് അവിടെയാണ്. ഒരുപക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ അനുചരന്മാരായ സ്വഹാബ, ആ സ്വഹാബയുടെ ശിഷ്യന്മാരായി വന്ന മുജ്തഹിദീങ്ങൾ, അതിൽ പ്രധാനിയാണ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു.
4 മദ്ഹബുകളിൽ ധാരാളം അനുയായികളുള്ള മദ്ഹബാണ് ഹനഫി മദ്ഹബ്. ആ മദ്ഹബിന്റെ ഇമാം അൽ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ സഹാബികളുമായി ബന്ധപ്പെട്ട ആളാണ്. 7 സഹാബി വര്യന്മാരുമായി ബന്ധപ്പെടുകയും അവരിൽ നിന്ന് ഹദീസ് സ്വീകരിക്കുകയും ചെയ്ത വ്യക്തിയാണ് മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. വലഖിയൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ബിൽ കൂഫത്തി മിറാറൻ. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് തദ്കിറത്തുൽ ഹിഫാദ്, ഹദീസ് മനഃപ്പാഠമാക്കിയ ഹിദ്ദത്തമാക്കിയ ആളുകളുടെ പേര് മാത്രം കൊടുത്തിട്ടുള്ള ഗ്രന്ഥമാണ് തദ്കിറത്തുൽ ഹിഫാദ്. ഹാഫിദ് ദഹബി എഴുതിയ ആ തദ്കിറത്തുൽ ഹിഫാദിൽ 163ാമത്തെ ഹാഫിളായി കൊടുത്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം തങ്ങളെയാണ്. ആ അബൂ ഹനീഫ ഇമാമിനെ കുറിച്ച് മഹാനവറുകൾ പറയുന്നു, ഉലഖിയൽ ഇമാം അബൂ ഹനീഫ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടി അനസ് ഇബ്നു മാലിക് റസൂലുള്ളാഹിന്റെ സ്വഹാബി എന്ന് പറഞ്ഞാൽ പോരാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിം കൂടിയായിരുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കൂഫയിൽ വെച്ച് പലവട്ടം കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പൊ അത്രയും വലിയ വ്യക്തിത്വത്തിന്റെ ആളാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു കൂടാതെ വേറെയും 6 സ്വഹാബി വര്യന്മാരെ മഹാനവറുകൾ കണ്ടിട്ടുണ്ട് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി അടക്കമുള്ള, ഇബ്നു ഹജർ അൽ അസ്ഖലാനി അടക്കമുള്ള മഹത്തുക്കളൊക്കെ അത് സവിസ്തരം പറഞ്ഞിട്ടുണ്ട്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഈ പറഞ്ഞ 7 സ്വഹാബി വര്യന്മാരിൽ നിന്നും ഉദ്ധരിച്ച ഹദീസുകൾ, അത് ഇന്ന ഹദീസുകളെല്ലാം ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തബീയു സഹീഫ ഫീ മനാഖിബിൽ ഇമാമി അബീ ഹനീഫ, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മനാഖിബ് പറയുന്ന തബീയു സഹീഫ എന്ന ഗ്രന്ഥം ബഹുമാനപ്പെട്ട ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു രചിച്ച ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിലെ ഹദീസുകളൊക്കെ പറയുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മുടെ മദ്ഹബിന്റെ ഇമാമുകൾ, ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് തങ്ങൾ, ഇവരൊക്കെ ആ കാലത്തോട് അല്ലെങ്കിൽ അടുത്ത കാലത്തോട് ചെന്ന് മുട്ടുന്നവരാ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നേരെ താബിഈ അല്ല, സഹബാക്കളെ നേരിട്ട് കണ്ടിട്ടില്ല, അത്ബാഉ താബിഈങ്ങളിൽപ്പെട്ട ആളാണ്. താബിഈ പണ്ഡിതന്മാരായ ഹമ്മാദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ധാരാളം ആളുകളെ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടുകയും ഹദീസുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ തബഅ താബിഈങ്ങളിലാണ് ഇമാം മാലിക് തങ്ങൾ വരുന്നത്. ബഹുമാനപ്പെട്ട ഇമാമന ശാഫി റളിയല്ലാഹു അൻഹു ആ ഇമാം മാലിക് തങ്ങളുടെ അരികിൽ നിന്ന് ധാരാളം ഹദീസുകൾ കേൾക്കുകയും അവിടുത്തെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ്. മാത്രമല്ല, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി എഴുതിയ ഒരു ബൃഹത്തായ ഗ്രന്ഥമാണ് തവാലിത്ത് തഅ്സീസ്. മഹാനായ ഇബ്നു ഇദ്രീസ് എന്ന് പറയുന്ന ഇമാം ഷാഫി തങ്ങളെ സംബന്ധിച്ച അവരുടെ മനാഖിബുകൾ ഒരുമിച്ച് കൂട്ടിയ ആ ഗ്രന്ഥമായ തവാലിത്ത് തഅ്സീസ്, അതിൽ മഹാനവറുകൾ പറയുന്നു, ഹദീസിന്റെ പരമ്പരകളിൽ സുവർണ പരമ്പര എന്ന് അസഹുൽ അസാനീദ്, പരമ്പരകൾ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രബലമായതും ആ പരമ്പരക്കാണ് സുവർണ പരമ്പര എന്ന് പറയുന്നത്. അസ്സിൽസിലത്തു ദഹബിയ്യ, ആ പരമ്പര തന്നെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റസൂലുള്ളാഹി വരെ മുട്ടുന്ന ആ പരമ്പരയാണ്. അതേതാണ്? ഇമാം ഷാഫി തങ്ങളുടെ ഉസ്താദ് ഇമാം മാലിക്, മാലിക് തങ്ങളുടെ ഉസ്താദ് ഇമാം നാഫി റളിയല്ലാഹു അൻഹു ഉസ്താദ് ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉസ്താദ് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ നബി തങ്ങൾ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അവിടുത്തെ അരികിൽ നിന്ന് ഹദീസ് കേൾക്കുകയും അങ്ങേയറ്റത് എന്നുള്ള ബഹുമാനപ്പെട്ട നാഫി, ആ നാഫിയിൽ നിന്നാണ് ഇമാം മാലിക് തങ്ങൾക്ക് ഹദീസ് ലഭിക്കുന്നത്.
ആ മാലിക് ഇമാമിൽ നിന്ന് നേരെയാണ് ഇമാം ഷാഫി തങ്ങൾ. അതേ ഇമാം ഷാഫി തങ്ങളിൽ നിന്നാണ് നാലാമത്തെ മദ്ഹബിന്റെ ഇമാമായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. അപ്പൊ ഇങ്ങനെ ഈ 4 മദ്ഹബിന്റെ ഇമാമുകളും പരസ്പരം ബന്ധങ്ങളുണ്ട്. അവരെല്ലാം ചെന്നുമുട്ടുന്നത് ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്ന സനദാണ് ഇവർക്കൊക്കെ ഉള്ളത്. അതുവരെ മുട്ടുന്ന പരമ്പരയാണ് ഇപ്പറയുന്ന നമുക്കുള്ളത്, നമ്മുടെ ഉസ്താദുമാർ. ഇപ്പൊ ഈ ഇരിക്കുന്ന ഈ നിരയിലിരിക്കുന്ന ആലിമീങ്ങൾ, അവരുടെ എല്ലാം ഉസ്താദുമാർ. ആ ഉസ്താദുമാരുടെ പരമ്പര ചെന്നുമുട്ടുന്നത് ഇങ്ങനെ ഈ മഹത്തുക്കളിലൂടെ റസൂലുള്ളാഹി തങ്ങളിലേക്കാണ്. മഹാനായ സുൽത്താനുൽ ഉലമ സമസ്തയുടെ ജനറൽ സെക്രട്ടറി, സമസ്തയിലെ ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റായ റഈസുൽ ഉലമ, രണ്ടുപേരുടെയും ഉസ്താദ് ആരാണ്? ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം ഉസ്താദുൽ അസാത്തി ഓക്കെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി ആമീൻ. അവരെ ദർസിൽ നിന്ന് പഠിച്ചവരാണ് ഇവരൊക്കെ. ഓക്കെ ഉസ്താദിന്റെ ദർസിൽ 5 വർഷവും അതുമൊക്കെ പഠിച്ചവരായി പറഞ്ഞ ആലിമീങ്ങൾ. മഹാനായ കാന്തപുരം ഉസ്താദും അതേപോലെ തന്നെ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദും ഒക്കെ അവിടുത്തെ ശിഷ്യന്മാർ. അവിടുത്തെ ഉസ്താദ് മഹാനായ സദഖത്തുല്ലാഹി ഉസ്താദ്, അവിടുത്തെ ഉസ്താദ് ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ. ഖുതുബി മുഹമ്മദ് മുസ്ലിയാരുടെ ഉസ്താദ് ബഹുമാനപ്പെട്ട ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന പേരിൽ അറിയപ്പെടുന്ന കുഞ്ഞഹമ്മദ് മുസ്ലിയാർ, വലിയ അലിമാണ്. അവരെ പരമ്പര അങ്ങനെ പോയാൽ അത് മഖ്ദൂം തങ്ങളിൽ ചെന്ന് മഖ്ദൂം തങ്ങളിലൂടെ പിന്നെ ബഹുമാനപ്പെട്ട ഇബ്ൻ ഹജർ ഹൈതമിയിലേക്ക്, അവിടുന്ന് ശൈഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി, അങ്ങനെ ആ പരമ്പര പിന്നെ ഇമാം നവവി റാഫി തങ്ങളിലൂടെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിലേക്ക് മുട്ടുന്നു. ഷാഫി ഇമാമിൽ എത്തിക്കഴിഞ്ഞാൽ ഇമാം ഷാഫി തങ്ങളിൽ നിന്ന് നബി തങ്ങളിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് എല്ലാ മദ്ഹബിന്റെയും അവസ്ഥ. മദ്ഹബിൽ നിന്ന് പുറപ്പെട്ടവൻ അവൻ ഇങ്ങനെ ഒരു പരമ്പര കിട്ടൂല. അവൻ എവിടുന്നോ തെറ്റിപ്പോയതാ. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പരമ്പര പറയാൻ അഹ്ലുസുന്നക്ക് മാത്രമേ സാധ്യമുള്ളൂ. ബഹുമാനപ്പെട്ട ഇബ്ൻ ഹജർ ഹൈതമി, അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് കിതാബു സബത്ത്. അദ്ദേഹത്തിന്റെ ഉസ്താദുമാരുടെ സിൽസില പരമ്പരയാണ് അതിൽ പറയുന്നത്. ആ ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്, പുത്തൻ ആശയക്കാരും അഹ്ലുസുന്നയും തമ്മിലുള്ള ഫർക്ക്, വ്യത്യാസം. അഹ്ലുസുന്നക്ക് കിട്ടിയ ആശയവും ആദർശവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ മുട്ടുന്ന പരമ്പര ഉണ്ടാവും. ബിദ്ഈ കക്ഷികൾക്ക് അങ്ങനെ ഒരു പരമ്പര ഉണ്ടാവില്ല. കാരണം അവർ എവിടുന്നോ തെറ്റിപ്പോയതാ. ഏത് പുത്തനാശയക്കാരെ നോക്കിയാലും അങ്ങനെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. മുഅ്തസില വിഭാഗം ലോകത്ത് വന്ന പുത്തനാശയക്കാരിൽ വലിയ ആധികാരിക രൂപേണ വന്നൊരു കൂട്ടരാണ്. എന്നാൽ അവരുടെ നേതാവായ വാസിൽ ഇബ്നു അതാവ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹമാണ് അതിന്റെ സ്ഥാപകൻ. അദ്ദേഹം മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ നിന്ന് പുറത്തുപോയത്, ആ ദർസിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. അയാളെ പ്രസ്ഥാനമാണ് അങ്ങനെ പുത്തനാശയമായി പിന്നെ വന്നിട്ടുള്ളത്. ഇങ്ങനെ ഏത് പ്രസ്ഥാനവും നമുക്ക് നോക്കിയാൽ കാണും. നമ്മുടെ സമീപകാലത്ത് വന്നിട്ടുള്ള പുത്തനാശയങ്ങളും നോക്കൂ. അതിന്റെ ചരിത്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരൊക്കെ നല്ല ഉസ്താദുമാരിൽ നിന്ന് തെന്നിപ്പോയത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ കുഞ്ഞഹമ്മദ് ഹാജി, മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ഉസ്താദായ ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ കുണ്ടോട്ടി കാലിയാരാത്ത പള്ളിന്റെ മുമ്പിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. മഹാനവരുടെ ഖബർ അവിടെയാണ്. ആ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി. അതേപോലെ നമ്മുടെ ഈ ഉസ്താദുമാരുടെ സനദ് എന്ന് മുട്ടുന്ന ഖുത്ബി ഉസ്താദിന്റെ ഉസ്താദാണ് കുഞ്ഞഹമ്മദ് ഹാജി. അതേ കുഞ്ഞഹമ്മദ് ഹാജിയുടെ മറ്റൊരു ശിഷ്യനാണ് KM മൗലവി എന്ന് പറയുന്ന ആൾ. ഖാത്തിബ് മമ്മൂട്ടി മുസ്ലിയാർ എന്നായിരുന്നു അദ്ദേഹത്തിന് പഴയ കാലത്ത് പറഞ്ഞിരുന്നത്. തിരൂരങ്ങാടി ചെന്ന് അന്വേഷിച്ചാൽ പഴയ ആളുകൾക്ക് എപ്പോഴും അങ്ങനെ പറയും, മമ്മൂട്ടി മുസ്ലിയാർ, ഖാത്തിബ് മമ്മൂട്ടി മുസ്ലിയാർ. ഖാത്തിബ് എന്ന് പറയാൻ കാരണം അയാളെ ഹാൻഡ് റൈറ്റിംഗ് എഴുത്ത് നല്ല എഴുത്തായിരുന്നു.
അതുകൊണ്ട് ബഹുമാനപ്പെട്ട കുഞ്ഞഹമ്മദാജി എല്ലാ എഴുത്തൊക്കെ മൂപ്പരെ കൊണ്ട് എഴുതിക്ക. അപ്പൊ കുഞ്ഞഹമ്മദാജിയുടെ ഒരു എഴുത്തുകാരൻ എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിന് കാത്തിബ് എന്നൊരു പേര് അന്ന് കിട്ടിയിരുന്നു. കുഞ്ഞഹമ്മദാജിയുടെ മകളെ അദ്ദേഹത്തിന് കെട്ടിച്ചും കൊടുത്തു. അപ്പൊ മരുമകനുമാണ്. പക്ഷേ കുഞ്ഞഹമ്മദാജി 1919 ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. അവിടുന്ന് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഭാഗത്ത് നടന്ന ഖിലാഫത്ത് ലഹള, തുർക്കിയിലെ ഖിലാഫത്ത് ലഹളയുമായി ബന്ധപ്പെടുത്തി ഇവിടെ ഒരു ഖിലാഫത്ത് കമ്മിറ്റി ഉണ്ടാക്കി. അതൊക്കെ അതിന്റെ ചരിത്രം വേറെയാണ്. ഏതായിരുന്നാലും ആ ഖിലാഫത്തിൽ അതിന് നേതൃത്വം കൊടുത്ത ആലി മുസ്ലിയാർ നബറല്ലാഹു മർഖദ വലിയ പണ്ഡിതനായിരുന്നു. സിഹാഉസ് 6 കിതാബുകൾ, ഹദീസിന്റെ കിതാബുകൾ, ഏറെക്കുറെ ഹദീസുകൾ മനപ്പാടമാക്കിയ ആളായിരുന്നു മഹാനവകൾ എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. ആ മഹാനവകളുടെ ശിഷ്യത്വം സ്വീകരിച്ച ആളാണ് കെ എം മൗലവി. അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം പിന്നെ കെ എം മൗലവി ഇപ്പറഞ്ഞ കുഞ്ഞഹമ്മദാജിയിൽ നിന്ന് പഠിച്ചു. അപ്പൊ കുത്തുബി തങ്ങളുടെ സഹപാഠിയാണ്, ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ സഹപാഠിയാണ്. ഈ 2 മഹത്തുക്കളുടെ സഹപാഠിയായി ജീവിച്ച ഇയാൾ നല്ല പണ്ഡിതനായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ ഖിലാഫത്ത് ലഹളയിൽ നേതൃത്വം വഹിച്ച് ലഹളയൊക്കെ കഴിഞ്ഞ് ബ്രിട്ടീഷ് ഗവൺമെന്റ് കുറെ ആളുകളൊക്കെ പിടികൂടിയപ്പോ ഇയാള് പിടികൊടുക്കാതിരിക്കാൻ വേണ്ടി ഇവിടുന്ന് ഒളിച്ചോടിപ്പോയി. അങ്ങനെ അയാൾ താമസമാക്കിയത് ഇസ്ലാം ആദ്യമായി വന്ന സ്ഥലമാണല്ലോ കൊടുങ്ങല്ലൂർ. ആ കൊടുങ്ങല്ലൂരിൽ ഒരു പഴയ തറവാടുണ്ട്, ഇപ്പോഴും മണപ്പാട് തറവാട് എന്നിവയിൽ അറിയപ്പെടുന്നു. ആ തറവാട്ടിൽ ഇയാൾ പോയി അഭയം തേടി. അന്നത്തെ അവിടുത്തെ കുടുംബനാഥന്മാർ ഇയാളെ സ്വീകരിച്ചു, അവിടെ അഭയം കൊടുത്തു. അവിടെ അയാൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സൗദി അറേബ്യയിൽ നിന്ന് വരുന്ന മാസികകളും വായികകളും ഇതൊക്കെ വായിച്ചിരിക്കല ഇയാളെ പണി. ഇയാൾക്ക് വേറെ ജോലിയൊന്നുമില്ലല്ലോ. അങ്ങനെ ആ വഹാബിസം ഇയാളിൽ കയറിക്കൂടി. വക്കം മൗലവിയുടെയും കാലഘട്ടം അതാണ്. അദ്ദേഹം അതിന്റെ അടുത്ത പ്രദേശമായ ഈ സ്ഥലത്ത് വക്കം, അവിടെ അദ്ദേഹം ഉണ്ടുകാൻ. അങ്ങനെ ഇവർ 2 പേരും ബന്ധപ്പെട്ട് അവരുടെ ചിന്തയിൽ നിന്നാണ് ഐക്യസംഘം പുറപ്പെടുന്നത്. ഇതൊക്കെ നിങ്ങൾ കേട്ട് കാണും പലവട്ടം. ഞാൻ പറയുന്നത് വഹാബിസത്തിന്റെ തുടക്കമായിരുന്നു. ആ തുടക്കം കുറിച്ച ഈ പറഞ്ഞ കെ എം മൗലവി ഉസ്താദായ കുഞ്ഞഹമ്മദാജിയുടെ ആ റൂട്ടിൽ നിന്ന് തെന്നിപ്പോയാണ്. ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞു. ഇങ്ങനെ ഏത് പുത്തനാശയക്കാരും അവർ യഥാർത്ഥമായ റൂട്ടിൽ നിന്ന് തെറ്റിയവരാണ്. ഉസ്താദുമാരുടെ പരമ്പര അവർക്ക് പറയാൻ ഉണ്ടാവില്ല. കാരണം അവർ നിങ്ങൾക്ക് ഈ ഇൽമ എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അത് അവർ സ്വന്തമായി മെനഞ്ഞെടുത്തു എന്നേ അതിന് മറുപടി പറയാൻ കഴിയും. ഒരു ഉസ്താദിൽ നിന്ന് കിട്ടിയ ഒന്നും അവർക്ക് പറയാനില്ല. ഇനി പൂർവ്വകാലത്ത് നിങ്ങൾ നോക്കൂ, ഇബ്നു തൈമിയ്യ, അദ്ദേഹത്തിനും സംഭവിച്ച നാശം അതാണ്. അദ്ദേഹത്തിന്റെ ഉസ്താദുമാരൊക്കെ കൈവടി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലൊന്നും നോക്കിയാൽ കാല ശൈഖുന, എന്റെ ഗുരുവര്യർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നൊരു പരാമർശം കാണൂല. നമ്മളെ ഫതുഹുൽ മുഈൻ തല മുതൽ അവസാനം വരെ നോക്കുമ്പോൾ എത്ര സ്ഥലത്താണ് കാല ശൈഖുന കാല ശൈഖുന കാല ശൈഖുന. അവിടുത്തെ ഉസ്താദായി ഇബ്നു ഹജർ പറഞ്ഞു. ഇബ്നു ഹജറിന്റെ ഗ്രന്ഥമായ തുഹ്ഫയിൽ നോക്കിയാൽ എത്ര സ്ഥലത്താണ് കാല ശൈഖുന കാല ശൈഖുന നമ്മുടെ ഉസ്താദ് പറഞ്ഞു. ആരാണത്? ബഹുമാനപ്പെട്ട ഷെയ്ഖ് സക്കരിയ അൽ അൻസാരി റഹ്മത്തുള്ളാഹി. ഇത് എല്ലാ കിതാബിലും ഉണ്ടാവും. ഷാഫി മദയിലെ മറ്റൊരു ഗ്രന്ഥമാണല്ലോ ഇമാം റംലിയുടെ നിഹായ. ആ നിഹായയിൽ നിന്ന് നോക്കൂ, അവിടെയുണ്ടാവും കാല ശൈഖുന. ആരാണ് ശൈഖുന എന്ന് പറയുന്നത്? ഇപ്പറഞ്ഞ ശൈഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി തങ്ങൾ തന്നെ. അതേപോലെ മൂന്നാമത്തെ ഒരു ഗ്രന്ഥമാണ് മുഗ്നിൽ മുഹ്താജ്, ഷാഫി മദ്ഹബിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. അതിന്റെ മുസന്നിഫായ അബ്ദുറഹ്മാൻ അശ്ശബ്ബീരി റളിയല്ലാഹു അൻഹു അവിടുത്തെ മുഗ്നിയിൽ പലയിടത്തും പറഞ്ഞു കാണും കാല ശൈഖുന. നമ്മുടെ ഗുരുവര്യർ ഉസ്താദ് പറഞ്ഞേക്കുന്നു. ആരാ ഉസ്താദ്? ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി. ആ ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരിന്റെ കിതാബ് നോക്കൂ, അവിടെയും കാണും കാല ശൈഖുന.
നമ്മുടെ ഗുരുവര ഉസ്താദ് പറഞ്ഞിരിക്കുന്നു, ഇമാം ബുൽഖൈനി. ഇത് അങ്ങേയറ്റം വരെ നോക്കിയാൽ അത് അവിടെ കാണും. അപ്പൊ ഉസ്താദിലേക്കുള്ള ചേർത്തിപ്പറയൽ പോകും. വഴി തെറ്റിയാൽ, ഇപ്പൊ നമ്മുടെ വഴി തെറ്റിയ ചില കുട്ടികളില്ലേ, സഖാഫി ബിരുദമെടുത്ത് വഴി തെറ്റിയ അവർക്ക് പിന്നെ ഞങ്ങളെ ഉസ്താദായ കാന്തപുരം ഉസ്താദ് പറഞ്ഞു എന്ന് പറയാൻ അവകാശമുണ്ടോ? കാന്തപുരം ഉസ്താദ് പഠിപ്പിച്ചതാണോ അവർ പിന്നെ പറയുന്നത്? അപ്പൊ ഈ ഇൽമ് ഇവിടെ ഖിയാമത്ത് നാൾ വരെ തെറ്റാതെ, വഴി റൂട്ട് മാറാതെ ആ വഴിയിൽ നിൽക്കണമെങ്കിൽ റെഡിമെയ്ഡ് ഇൽമയെ പറ്റൂല. അതാണ് പുത്തനാശയക്കാരുടെ അറിവ്. പിന്നെ ഈ അറിവ് എങ്ങനെയാണ്? നേരെ ഉസ്താദുമാരുടെ വായിൽ നിന്ന് നേരിട്ട് കേട്ട് മനസ്സിലാക്കി ഗ്രഹിച്ച് സംശയങ്ങൾ തീർത്ത് അത് പിൻതലമുറക്ക് കൈമാറി കൊടുക്കണം. അതിന്റെ വഴിയാണ് നമ്മുടെ കേരളത്തിൽ പണ്ട് മുതൽ ഇന്നേ വരെ നടന്നു വരുന്ന ദർസ് സംവിധാനം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന മുനവ്വറയിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്ന രീതി, ദീനി ഇൽമു പഠിക്കാൻ വേണ്ടിയുള്ള പരിപാടി, പള്ളി ദർസ്. ആ രീതി എത്ര സുന്ദരമായ രീതിയാണ്, ആർക്കും ബുദ്ധിമുട്ടില്ല. ഒരു അറബിക് കോളേജ് ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര പേരുടെ ബുദ്ധിമുട്ട്? കാരണം കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഒരു മാസം ഒരു 100 കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ എത്ര ഉറുപ്പ്യ വേണം? ഇതെല്ലാം ഒരു പിരിച്ചുണ്ടാക്കാൻ എത്ര പണിയാണ്. അതേ സ്ഥാനത്ത് 100-200 കുട്ടികളുള്ള ദർസുണ്ട്. ആ ദർസിൽ ഓരോ വീടിൽ തന്നെ ഇത്ര കുട്ടികൾ അങ്ങനെ. ഞാൻ പണ്ട് ചാവക്കാട് ഒരു സ്ഥലത്ത് മുതിരിച്ചായിരുന്നു. 100-ൽ പരം കുട്ടികളോടുണ്ട്. ഒരാചാര്യയുടെ വീട്ടിൽ 2 നേരത്തെ ഭക്ഷണത്തിന് 25 വീതം ആളുകൾ. ഉച്ചക്ക് 25 ആൾ പോവും, രാത്രി 25 ആൾ പോവും. അങ്ങനെ ദർസിൽ കുട്ടികൾ നിർത്തി പഠിപ്പിക്കുന്ന രാജ്യങ്ങളുണ്ട്. ഒരു കുട്ടിക്ക് ഒരു നേരം ഒരു വീട്ടിൽ എന്ന കണക്കൊന്നുമല്ല. ഇത് 25 കുട്ടികൾക്ക് എല്ലാ നേരത്തെ ഭക്ഷണവും ആ വീട്ടിലായി. അങ്ങനെ 10-15 ആളുകൾക്ക്. ഞാൻ ചമ്മാട് നിൽക്കുമ്പോൾ 200ഓളം വരുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആ വീട്ടുകാർ ഒരു വീട്ടിൽ തന്നെ 7, 8, 9, 10 ഒക്കെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഉസ്താദുമാരുടെ ഭക്ഷണം അങ്ങനെ തന്നെ. അപ്പൊ അതൊക്കെ സിമ്പിളായി നടക്കും പള്ളി ദർസിൽ. ആ ദർസ് സംവിധാനമാണ് ഖിയാമത്ത് നാൾ വരെ ഈ ദീനിവിടെ നിലനിൽക്കണമെങ്കിൽ, ആവശ്യമായ ഇൽമ് നിലനിൽക്കണമെങ്കിൽ ആ ദർസുമാണ്. ഈ പറഞ്ഞ ഉസ്താദുമാരൊക്കെ ദർസിന്റെ സംഭാവനകളാണ്. അവരേതെങ്കിലും അറബിക് കോളേജിൽ പോയി റെഡിമെയ്ഡ് ഇൽമ കരസ്ഥമാക്കിയവരല്ല. ആഴത്തിലുള്ള അറിവ് അത് പഠിച്ചുണ്ടാക്കി, അധ്വാനിച്ചുണ്ടാക്കി, അത് ഹൃദയസ്ഥമാക്കി. അവരാണ് ഈ ദീനിന്റെ വാഹകർ. അവരാണ് നമ്മുടെ എല്ലാമുള്ള ശക്തി. അതല്ലേ സമസ്ത ജമിയത്തുൽ ഉലമയുടെ ശക്തി എന്താണ്? വലിയ വലിയ പടുകൂറ്റൻ ആലിമീങ്ങളാണ് നേതൃത്വം പണ്ട് കാലത്ത് കൊടുത്തെങ്കിൽ അതിനെ തുടർന്ന് ഇന്നും അങ്ങനെയാണ്. വലിയ വലിയ ആലിമീങ്ങൾ, മഹാനായ റഈസുൽ ഉലമയും സുൽത്താനുൽ ഉലമയും എന്റെ വന്യരായ കോട്ടൂർ ഉസ്താദ് അവറുകളും അതുപോലെ എത്ര വലിയ ആലിമീങ്ങൾ, സാദാത്യങ്ങൾ, അവരൊക്കെയല്ലേ നമ്മുടെ നേതൃത്വം. അവർ ചില്ലരക്കാരല്ലല്ലോ, വലിയ ആളുകളല്ലേ. കേരളത്തിലെ ഏറ്റവും വലിയ ഉന്നതരായ ആളുകളാണ്. അവരൊക്കെ പള്ളി ദർസിന്റെ സംഭാവന. അപ്പൊ അതുകൊണ്ട് പള്ളി ദർസ് പുഷ്ടിപ്പെടുത്തുക എന്നത് ദീനിനെ സ്നേഹിക്കുന്നവരുടെ കടമയാണ്. ദീൻ സ്നേഹിക്കുന്നവർ ദർസിനെ സ്നേഹിക്കും. ദീനിനോട് ഇഷ്ടമില്ലാത്തവർ ദർസിനോട് എതിർപ്പ് പ്രകടമാക്കും. ഏതെങ്കിലും കുറെ നാട്ടുകാരെ കൊണ്ട് ഇവിടെ വളർത്തിയിട്ട് എന്ത് കാര്യം, അങ്ങനെയൊക്കെയാണ് പറയുമ്പോൾ ചില ആളുകളും ശരി തന്നെ, ഏതോ നാട്ടിൽ ഇവിടുന്ന് പഠിച്ചു ചോദിച്ചാൽ നമ്മക്ക് വല്ല കാര്യമുണ്ടോ? ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, അതെല്ലാം മൗഢ്യമാണ്, അറിവില്ലാത്തത് കൊണ്ട് വരുന്ന സംഗതിയാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ ഈ രാജ്യം ദർസിന്റെ പാരമ്പര്യമുള്ള രാജ്യമാണ്. ബഹുമാനപ്പെട്ട വാവൂർ സുലൈമാൻ മുസ്ലിയാർ നേരത്തെ വേറെ സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നെങ്കിലും ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഇവിടെ തന്നെ മുദിരിസായി ചാർജ് എടുത്തു. ഇതിന്റെ മുമ്പും ഇവിടെ ദർസുണ്ട്. ഈ ദർസ് നിലനിന്ന് പോകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് അതിന് സഹകരിക്കുന്ന ഏതെല്ലാം നിലക്ക് സഹായിക്കുന്നവർ, സാമ്പത്തികമായി, ശാരീരികമായി,
വാക്കുകൊണ്ട് പോകട്ടെ, മനസ്സുകൊണ്ടെങ്കിലും സഹകരിക്കുന്നു. അവർക്കൊക്കെ അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ഇൽമു നിലനിൽക്കാൻ വേണ്ടി ഒരു നാലാമത്തെ കക്ഷിനെ പറഞ്ഞു, കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിയൻ ഔ മുഹിബ്ബൻ. ആ മുഹിബ്ബീങ്ങളെ കൊണ്ടാണ് ഈ ദീനോട് നിനക്ക്. എന്താ റസൂൽ പറഞ്ഞത്? നീ ഒരു ആലിമാകണം. ഇല്ലേ? എന്നാ അത് പഠിക്കുന്ന ഘട്ടത്തിൽ ഉള്ള ആൾക്കാർ മുതഅല്ലിമാകണം, പഠിച്ചുകൊണ്ടിരിക്കുന്ന മുതഅല്ലിമാകണം. അതുമില്ലേ, അതിനും ചിലപ്പോ കഴിഞ്ഞോളന്നില്ല. എന്നാൽ ദീനിന്റെ അഖിലേയരായ ഉലമാക്കൾ, ആലിമീങ്ങൾ, ഉസ്താദുമാരൊക്കെ പ്രസംഗിക്കുമ്പോൾ വഅദ് പറയുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുന്ന മുസ്തമിയാകണം. ചിലപ്പോ കച്ചവടവും പരിപാടിയും ജോലിയും എല്ലാം കൂടെ ആയതുകൊണ്ട് അതിനും സമയം കിട്ടൂല, അതും കിട്ടൂലേ. എന്നാ ഔ മുഹിബ്ബൻ, നാലാമത്തെ ചാൻസ് അതിനോടൊക്കെ ഒരു മഹബത്ത് വെക്കുക, സ്നേഹിക്കുക. ആ ഒരു സ്നേഹം നിന്റെ മനസ്സിലുണ്ടോ, എന്നാ തെറ്റിപ്പോവില്ല. ഈ 4 അല്ലാതെ വലാത്തക്കുൻ ഖാമിസ, അഞ്ചാമത്തെ ഒരാൾ നീ ആകരുത് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞെങ്കിൽ ആ 5ാം കക്ഷിയിൽ നാം ആരും പെട്ടുപോകരുത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ എന്ന് ദുആ ചെയ്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന ഖുർആൻ വാക്യം കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജ്ഞാനസബരയുടെ കാൽനൂറ്റാണ്ട് എന്ന ശീർഷകത്തിൽ വാവൂർ ഉസ്താദ് ദർസ് 25ാം വാർഷികത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന ഉപഹാരം, അതിന്റെ പ്രകാശന കർമ്മം വേദിയിൽ നടക്കുന്നു. പ്രകാശനം ചെയ്യുന്നത് മുഹിയുസുന്ന പൊന്മള ഉസ്താദ്, സ്വീകരിക്കുന്നത് കൈപ്പാടത്ത് ബാവഹാജി. പ്രകാശന കർമ്മത്തിനു വേണ്ടി ഷെയ്ഖുന പൊന്മള ഉസ്താദിനെയും സ്വീകരിക്കാൻ കൈപ്പാടത്ത് ബാവഹാജിയെയും സാദരം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അടുത്തതായി പ്രഭാഷണത്തിനു വേണ്ടി സി ഉസ്താദിനെ സാദരം ക്ഷണിക്കുന്നു. ആ മുമ്പിലുള്ള കസേര ഒന്നും കൂടി ഇങ്ങോട്ട്